എടേ ആരാത്? ഓ മേഡം പറഞ്ഞത് ശരി തന്നെയാ. പഴം കഴിച്ചിട്ട് തോൽ ഒരിക്കലും തറയിൽ വലിച്ചെറിയരുത്. ജോർദാർ എങ്ങോട്ടാ പോയത്? എന്താ വന്ന് കഥക് തുറക്കാത്ത? അല്ല ഇൻസ്പെക്ടർ സാറോ, എന്താ? ഉറിയടി മത്സരത്തിന് വേണ്ടിയിട്ട് ചെമ്പ് വേണമായിരുന്നു. ചെമ്പിന്റെ ആവശ്യം എന്താ ഉള്ളത്? ഒരു കുടം വേണം, പിന്നെ അത് കെട്ടാനായിട്ട് കുറച്ച് കയറ് വേണം. 4 വശത്ത് കെട്ടിയാൽ ഉറിയടി തയ്യാർ. ഈഷ്, എടാ ഉറി എങ്ങനെ കെട്ടണമെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ ഞങ്ങൾക്ക് വേണ്ടത് നടത്താനുള്ള കാശാണ്. നടത്തുന്നത് നിങ്ങളല്ലേ, പിന്നെന്തിനാ ആവശ്യമില്ലാതെ ഞങ്ങളോട് വന്ന് കാശ് ചോദിക്കുന്നേ? നാട്ടുകാരുടെ കാശിൽ മാത്രമേ നല്ലത് നടത്താൻ പറ്റൂ. ഉറിയടി മത്സരത്തിലെ എല്ലാവർക്കും സന്തോഷിക്കാൻ പറ്റൂ. അടികൈ. ഒരു ദിവസം ഉറിയിലിരുന്ന കലത്തിനെ ഞാൻ താഴെ ഇറക്കിയപ്പോ അത് പൊട്ടിപ്പോയി. അതിന് മേഡം എന്നെ ചീത്ത പറഞ്ഞു, അറിയോ? ഈഷ്, എല്ലാരും വാ. ഇവൻ തരാനുള്ള കാശ് ഞാൻ എന്റെ സ്വന്തം പോക്കറ്റിൽ നിന്ന് തരാം. വാ എല്ലാരും. ഇൻസ്പെക്ടർ പാണ്ഡ, ഉറിയടി മത്സരത്തിന് സംഭാവനയായി 501 രൂപ. പൂരപ്പറമ്പിൽ നമുക്ക് കാണാം ഒരുപാട് ആന. കാട്കർ മാടൻ തന്നു എല്ലാവരെക്കാളും അധികം സംഭാവന. അടികൈ. മാഡം, ഈ ഉറിയടി എന്ന് വെച്ച എന്താണ്? ഒരു വലിയ മൺകുടത്തിനകത്ത് പഞ്ചസാര, പാൽ ഇവയൊക്കെ ഒഴിച്ച് കയറിൽ കെട്ടി മുകളിൽ കെട്ടിവെക്കും. പിന്നീട് ഒരുത്തരുടെ മേൽ ഒരുത്തരായി കയറി കെട്ടിവെച്ചിരിക്കുന്ന ആ കുടത്തിനെ പൊട്ടിക്കും. ഇത്രയും കഷ്ടപ്പെട്ട് എന്തിനാ മോളിൽ കയറി പൊട്ടിക്കുന്നേ? താഴേന്ന് കല്ലെടുത്തെറിഞ്ഞാ പോരെ? എടാ, ഇതൊരു മത്സരമാണ്. ഈ മത്സരത്തിൽ ജയിച്ചാൽ അതൊരു അഭിമാനമാണ്. തീർച്ചയായും നിങ്ങളത് കാണണം. നല്ല രസമുള്ള ഒരു കളിയാണ്. ആ മത്സരം നടക്കാൻ പോകുന്നത് നാളെയാണ്. പക്ഷെ ആരാ പൊട്ടിക്കുക? അത് പൊട്ടിക്കാൻ ഒരുപാട് ഗ്രൂപ്പ്സ് ഉണ്ടാവും. അതാര് പൊട്ടിക്കുന്നുവോ അവർക്ക് നല്ലൊരു സമ്മാനത്തുക കിട്ടും. ആരാ അത് ചെയ്തെന്ന് എനിക്ക് അറിഞ്ഞേ മതിയാവൂ. നമ്മളല്ലാതെ ആരും തന്നെ ഇവിടെ ജയിക്കാൻ പാടില്ല. ഓഹോ, പരിക്കൊന്നും പറ്റിയില്ലല്ലോ അല്ലേ? എടാ, നീ പോയി നിന്റെ പണി നോക്ക്. സണ്ണി, നീ എന്തിനാ മുകളിൽ കയറി തലയും കുത്തി വീണേ? ഞാൻ തലയും കുത്തി വീണ ഒന്നും അല്ല, മത്സരത്തിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യുകയാണ്. പക്ഷെ മൺകൂട എവിടെ? അത് നാളെ മത്സരം നടക്കുമ്പോ അവിടെ ഉണ്ടാകും. പിന്നെന്തിനാ ഇപ്പൊ ഇവിടെ കിടന്ന് ചാടുന്നേ? ഇവര് പ്രാക്ടീസ് ചെയ്യുകയാണ്. സംശയമുണ്ടോ? ഉറുമ്പ്, ഞാൻ വിടൂല. കഴുതേ, നീ എല്ലാരും തള്ളിയിട്ടു. മര്യാദക്ക് പൊക്കി അവിടുന്ന്. സണ്ണി, ഞങ്ങൾക്ക് ഈ കളി കളിക്കണം. നിന്റെ ടീമിൽ ഞങ്ങൾ വന്നോട്ടെ. പോടാ പോടാ, നിനക്ക് പറഞ്ഞിട്ടുള്ള കളിയൊന്നുമല്ല ഇത്. ഞങ്ങൾ നന്നായിട്ട് കളിക്കും. വേണ്ടെന്ന് ഞാൻ ഒരിക്കൽ പറഞ്ഞതല്ലേ. ശരി, എന്നാ നമുക്കെല്ലാവർക്കും കൂടെ ചേർന്ന് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാം. സംശയമുണ്ടോ? നീയൊക്കെ മത്സരിക്കാൻ പോകുന്നോ? നിങ്ങൾ പോയി പന്തുരുട്ടി കളിക്കാൻ നോക്ക്. നീ വേണമെങ്കിൽ നോക്കിക്കോ, ഈ വർഷം ഞങ്ങൾ തന്നെയായിരിക്കും വിജയികൾ. ഞാനായിരിക്കും വിജയി. ഇത് ചാലഞ്ചാ. നമ്മളെ ജയിക്കൂ. ഒരുപക്ഷെ നിങ്ങൾ ഈ മത്സരത്തിൽ ജയിക്കുകയാണെങ്കിൽ ആ സമ്മാനത്തുക എത്രയാണോ അതുപോലെ ഒരു പങ്ക് ഞാൻ തരാം. പക്ഷെ തോൽക്കുകയാണെങ്കിൽ എല്ലാവരുടെ മുന്നിൽ വെച്ച് നിന്റെ കാതി പിടിച്ച് ഞാൻ പുറത്തേക്ക് എറിയും.
ആകാശത്തിൽ കൂടി പറന്നു പോകുന്നതിന്റെ പേര് വിമാനം. ഇതിൽ വിജയിക്കുന്നവർക്ക് കിട്ടും 25,000 രൂപ സമ്മാനം. അടികൈ. ഇപ്പോൾ മത്സരം തുടങ്ങാൻ പോവുകയാണ്. ജയിക്കുന്നവർക്ക് കിട്ടും 25,000 രൂപ. അടികൈ. ക്യാരറ്റിന്റെ മണം, ഞാനിത് എത്തിപ്പോയി. നീ എങ്ങോട്ടേക്ക് പോകുന്നു? പെട്ടെന്ന് തിരിച്ചു വാ, നമുക്ക് ഈ മത്സരത്തിൽ ജയിക്കണം. വാ. ഇല്ല, ആദ്യം ക്യാരറ്റ്. ഈഷ്, ദാ താഴെ വീണു. എടാ ബണ്ണി, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഇതിൽ ഞങ്ങൾ മാത്രമേ ജയിക്കൂ. എടാ കഴുതേ, അവന് വട്ടാൻ നിനക്ക് അറിയില്ലേ? നീ എന്തിനാ അവന്റെ പുറകെ പോയത്? അവനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി. എലിക്കുട്ടാ, നമുക്കിനി കളിക്കാൻ പറ്റൂലേ? എന്റെ ചേട്ടോയ്, ആരെ കൊണ്ട് പഠിക്കാൻ പറ്റിയില്ലെങ്കിലുണ്ടല്ലോ വീണ്ടും അവരെ വിളിക്കാം. താഴെ വീണു. അത്തമ്പത്തിന് ഓടിയെത്തും നമ്മുടെ പൊന്നോണം. ഇത് പൊട്ടിക്കണമെങ്കിൽ കുറച്ച് കഴിവ് വേണം. അടികൈ. മിസ് കാട്കർ, എനിക്ക് ഈ മത്സരം എന്തായാലും വല്ലാതെ ഇഷ്ടപ്പെട്ടു. എന്റെ കവിത കേട്ട് എല്ലാവരും കൈയടിക്കുകയാണ്. തേനീച്ച, തേനീച്ച. സണ്ണിയും ഗ്രൂപ്പും ഇതാ താഴെ വീണു. അതുകൊണ്ട് ബണ്ണിക്ക് ചാൻസ് വന്നു. ബണ്ണിക്കും ഗ്രൂപ്പിനും വീണ്ടും ഒന്നുകൂടെ മത്സരിക്കാം. അടികൈ. സണ്ണി, ഇപ്രാവശ്യം ഞങ്ങൾ തന്നെ ജയിക്കും, സംശയമുണ്ടോ? എല്ലാവരും സൂക്ഷിച്ചു കേട്ടോ, ഇപ്രാവശ്യം ഒരു തെറ്റും സംഭവിക്കാൻ പാടില്ല. ചേടാ, യുമാർ ജയിക്കുമല്ലോ. ഐഡിയ. എടാ കർത്താ സുഹൃത്തെ, ക്യാരറ്റ് വേണോ നിനക്ക്? വാടാ 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 എന്റെ ചക്കരെ. ഇടേ, നീ സണ്ണിയുടെ കുരുക്കിൽ പെടരുത്, മനസ്സിലായോ നിനക്ക്? സുഹൃത്തെ, അവൻ നമ്മളെ തോൽപ്പിക്കാൻ നോക്കുകയാണ്. തോത്താറാമേ, ഞാൻ വട്ടനാ, പക്ഷെ മണ്ടനല്ല. ഇപ്രാവശ്യം ജയിച്ചതിന് ശേഷമേ ഞാൻ ഇവിടുന്ന് അനങ്ങുള്ളൂ. ഈഷ്, ദാ മഴ എത്തിപ്പോയി. എനിക്ക് തുമ്മല് വരുന്നു. ഇപ്പൊ നീ തുമ്മരുതാ. എന്റെ പൊണ്ണ് കൊച്ചളിയാ, എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. എന്റെ അമ്മച്ചി, എടാ എടാ എന്നെ പിടിച്ചോ, എന്നെ പിടിച്ചോ. കൊച്ചളിയാ, മഴവെള്ളം കൊണ്ട് കൈ വഴുതുകയാണ്. ലോകകപ്പിൽ ധോണി അടിച്ചു 6ഉം 4ഉം മൈതാനത്തിൽ. ഇതാ ബണ്ണിയും ഗ്രൂപ്പും വിജയിച്ചിരിക്കുന്നു ഈ മത്സരത്തിൽ. അടികൈ.
ഇന്നാ പിടിച്ചോ നിനക്കുള്ള സമ്മാനത്തുക. അടിപൊളി. താങ്ക് യു സാർ, താങ്ക് യു. ഈ കാശ് വെച്ച് നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഞങ്ങൾ ഇതൊക്കെ ഒരു സന്തോഷത്തിന് വേണ്ടി ചെയ്തതാ, അല്ലാതെ കാശിന് വേണ്ടിയല്ല. ഈ കാശ് മുഴുവനും ഓൾഡ് ഏജ് ഹോമിലേക്ക് ഞങ്ങൾ സംഭാവനയായി കൊടുക്കും. കലക്കി കുട്ടികളെ.